ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പത്തിരി ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചത് കേട്ടോ. അതായത് നൈസ് പത്തിരി. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം നൈസായിട്ട്. ഞാനൊരു 3 കപ്പ് വടിച്ചെടുത്തിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. പൊടി, അതായത് വറുത്ത പൊടി ഞാൻ വാങ്ങിച്ചതാണ്. എലൈറ്റിൻ്റെയാണ്, അതെ എലൈറ്റാണ്, ആശീർവാദം ഏതോ ഒരു പൊടിയാണ് വാങ്ങിച്ചത്. അത് നമ്മൾ കട്ട കെട്ടാതെ വെള്ളമൊഴിച്ചിട്ട് ലൂസായിട്ട് 3 കപ്പ് എടുത്തിട്ടുണ്ടല്ലോ. 3 കപ്പ് വടിച്ചെടുത്തു ഞാനിങ്ങനെ. അതിലേക്ക് ഞാനൊരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നമ്മളിത് കൂവയൊക്കെ കുറുക്കില്ലേ നമ്മൾ, അതേമാതിരി ഇത് കട്ടയായിട്ട് എടുക്കണം നന്നായിട്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ചോറാണ് ഇരിക്കണം കേട്ടോ. നല്ല കട്ടിയായിട്ട് കിട്ടണം. അത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇളക്കൽ നിർത്താനേ പാടില്ല. നല്ലോണം അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് ഇളക്കി 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 ഇങ്ങനെ പെട്ടെന്ന് ഇളക്കണം കേട്ടോ. കയ്യിന് നല്ല അധ്വാനമാണിത്. എന്നാലും പ്രശ്നമൊന്നുമില്ല, വല്ലാതെ നമുക്ക് കൈ വേദന എടുക്കുകയൊന്നുമില്ല കേട്ടോ. അതൊന്ന് ഇളക്കി നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ കട്ടയാവും, അതുകൊണ്ടാണ്. പിന്നെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. കാരണം ലോ ഫ്ലെയിമിലിട്ടാൽ ആവില്ല, പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയാവും. അങ്ങനെ പാടില്ല, അത് വേവണമല്ലോ, വെന്തിട്ട് നന്നായിട്ട്. അപ്പോൾ ഇത് നൈസായിട്ട് നമുക്ക് പരത്താനും പറ്റും, ഒരു പ്രയാസവും ഇല്ലാണ്ട് കുഴച്ചെടുക്കാനൊക്കെ പറ്റും നമുക്ക്. അപ്പോൾ ഇത് കട്ടയായി തുടങ്ങി കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി നമ്മൾ ലൂസായിട്ട് കലക്കുമല്ലോ, കലക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ പാത്രത്തിലധികം പിടിക്കില്ല. ഇനി ഇത് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അതുവരെ അതവിടെ ഒരു സ്ഥലത്ത് ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് ഞാൻ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റ്യൂ എന്ന് പറഞ്ഞാൽ വെറുതെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് 4 കഷ്ണം 5 കഷ്ണമൊക്കെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള മേരത്തെ സൈസ് കഷ്ണങ്ങളാക്കിയിട്ട്, പിന്നെ സവാള ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ ഒരു പച്ചമുളക് നല്ല എരിവുള്ള, കാരണം സ്റ്റ്യൂവിനൊന്നും എരിവ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 ഉരുളക്കിഴങ്ങും 2 സവാളയിലുള്ളൂ. അപ്പോൾ ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതന്നെ ഞാൻ എടുത്ത് കളയും അത് ലാസ്റ്റ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഇതിൽ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ തേങ്ങാപ്പാൽ ഇതേ പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്നും കൂടി കുക്കറിൽ സ്റ്റീം ഒരു 2 സ്റ്റീം നല്ലോണം വന്നു കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ട് പിന്നെ പതുക്കെ ഒരു 2 സ്റ്റീമും കൂടി ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചു. പിന്നെ 2 സ്റ്റീമും കൂടി വന്നിട്ടാണ് അത് ഓഫ് ചെയ്തത് കേട്ടോ. എന്നിട്ട് സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗ്യാസിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പിടാൻ മറന്നുപോയി, ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് ആവശ്യത്തിനിടാം. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അധികം തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്റ്റ്യൂ റെഡിയാവും. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ്, ഈ നൈസ് പത്തിരിയിലേക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത് അതേക്കാൾ ഞാൻ ആ പച്ചമുളക് എടുത്ത് കളയട്ടെ കേട്ടോ. അല്ലെങ്കിൽ എരിവ് കൂടും. എരിവ് കൂടിയാൽ സ്റ്റ്യൂവിൻ്റെ ആ ടേസ്റ്റ് മൊത്തം പോകും. അത് എൻ്റെ ഇതാണ് ഞാൻ പറയണത് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്ത് കളയൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ എരിവ് പാകമായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നൈസ് പത്തിരിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച്, തേങ്ങാപ്പാൽ എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നൈസ് പത്തിരിയിലേക്ക് നല്ലത് നമുക്ക് ബീഫ് ഫ്രൈയോ ബീഫ് റോസ്റ്റോ ബീഫ് കറിയോ, അല്ലെങ്കിൽ ബീഫ് എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. എന്നാലും ഞാൻ ശകലമൊക്കെ കഴിക്കും. എൻ്റെ ഡോഗിന് വേണ്ടിയിട്ട് ഇവിടെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ 1-2 കഷ്ണമൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് എന്ന്. പക്ഷേ ചേട്ടന് ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാറില്ല, ഞങ്ങൾ ഉണ്ടാക്കാറില്ല. അവന് വെറുതെ ഉപ്പും മുളകും ഒക്കെ കൂട്ടി വേവിക്കും. പിന്നെ വല്ലപ്പോഴും കടയിൽ നിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ബീഫ് റോസ്റ്റ് വാങ്ങിക്കും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാൻ 2 കഷ്ണമൊക്കെ ടേസ്റ്റ് നോക്കാറുണ്ട്.
എന്നല്ലാതെ എനിക്ക് വലിയ താല്പര്യമില്ല. ഞങ്ങൾ വാങ്ങിക്കുന്നത് കൂടുതലും ചിക്കനും മട്ടനും മാത്രമാണ്. അത് രണ്ടും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇതിലേക്ക് ടേസ്റ്റ്. ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെ ആണെങ്കിൽ, പിന്നെ മുട്ടക്കറി ആണെങ്കിലും നന്നായിട്ട് കിട്ടും. പക്ഷേ ഇത് വെജ് കഴിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. വെജ് മാത്രം കഴിക്കുന്നവർക്ക് ഈ സ്റ്റ്യൂ കൂട്ടിയിട്ട് നൈസ് പത്തിരി കഴിക്കാൻ നല്ലതാട്ടോ. അവസാനം ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടു സ്റ്റ്യൂവിൽ. വെളിച്ചെണ്ണയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ, കുഴപ്പമില്ല. വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങാപ്പാൽ തന്നെ നല്ല ഒരു ഇതാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സ്റ്റ്യൂ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം കേട്ടോ. ടേസ്റ്റ് ഉപ്പൊക്കെ പാകമാണ്, എല്ലാം നല്ല പാകത്തിനുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും, നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന മാതിരിയാണ്. ഓരോ കറി ഉണ്ടാക്കുമ്പോഴും അത് ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയാലേ നമുക്ക് ഇഷ്ടമാവുള്ളൂ, സമാധാനമാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. അത് നമ്മൾ അതിൽ വായിൽ വെച്ചിട്ടൊന്ന് ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആകെ വിഷമാവും. അയ്യോ, ഇത്രയും പാടുപെട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു ടേസ്റ്റ് ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ എല്ലാവരും പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മാത്രം പറയില്ല കേട്ടോ, ഒന്നും പറയില്ല. എത്ര നല്ല സാധനം ഉണ്ടാക്കി കൊടുത്താലും ടേസ്റ്റ് എന്ത് ടേസ്റ്റാണ് നീ ഉണ്ടാക്കിയതെന്നൊരു വാക്ക് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിക്കും, നിങ്ങളെന്താ ഇങ്ങനെ ഒന്ന് പറഞ്ഞൂടെ? എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നാൽ എന്താ ടേസ്റ്റ് എന്നൊക്കെ എല്ലാവരും പറയും കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ഞാൻ ചോറത്തിരി കൂടുതലുണ്ടോ എന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അതൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്നാ, ടേസ്റ്റുള്ള ആരുടെയല്ലേ ഞാൻ കൂട്ടണത്, ഇല്ലെങ്കിൽ ഞാനത് മാറ്റി വയ്ക്കില്ലേ എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എന്നാലും ഒന്ന് വായ തുറന്നൊന്ന് പറഞ്ഞൂടെ അത്. ആ ഒരു കാര്യം കേൾക്കുമ്പോഴല്ലേ നമുക്ക് പിന്നെ ഒരു ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ്. അപ്പം ഞാനതൊക്കെ വിട്ടുവിട്ടോ, ഞാൻ ചോദിക്കാറില്ല. എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കാറില്ല. എനിക്കറിയാം അപ്പോൾ കൂട്ടുമ്പോൾ നല്ലതാണ് ആണ് പറയണേ. അപ്പോൾ ആയിക്കോട്ടെ, അങ്ങനെ മതി, പറയണ്ട, മിണ്ടാതിരുന്നോട്ടെ. നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് ആ ടോപ്പിക്ക് അങ്ങോട്ട് വിട്ട് കളയാം. അപ്പോൾ നൈസ് പത്തിരി പരത്താനായിട്ട് ഇപ്പോൾ ഓരോ ഉരുളകളാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, അത് മറക്കണ്ട. കവർ ഇങ്ങനെ, അത് ചപ്പാത്തിയുടെ കവറാണ്, ചപ്പാത്തി ഹാഫ് കുക്ക്ഡ് വാങ്ങിച്ച ഇതിൻ്റെ കവറാണ്. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് ഒരു പ്ലേറ്റ് മീതെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ, അധികം നമ്മുടെ ശക്തിയൊന്നും കൊടുക്കരുത് കേട്ടോ. പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടോ റൗണ്ടായിട്ട് വരും. അല്ലാതെ ചപ്പാത്തിക്കോലും വേണ്ട, ഒന്നും വേണ്ട ഇത് പരത്താനായിട്ട്. വെറുതെ നമ്മുടെ ഈ ഇത് മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് ചുറ്റൊന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. നടുക്ക് ആദ്യം അമർത്തണം, അത് കഴിഞ്ഞ് ചുറ്റൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ഇത് റെഡിയായി കിട്ടും നമുക്ക് കേട്ടോ. അങ്ങനെ ഓരോ പത്തിരിയും നമുക്കിങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഇതേമാതിരി പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്താൽ മതി. എന്നിട്ട് അതിൽ ആദ്യം ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ആദ്യത്തെ പ്രാവശ്യം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, പിന്നെ ഒഴിക്കണമെന്നില്ല. പിന്നെ എല്ലാം അങ്ങനെ തന്നെ അടർന്ന് കിട്ടും നമുക്ക്. അപ്പോൾ അതിലിത്തിരി വെളിച്ചെണ്ണ നമ്മൾ കൈ കൊണ്ടൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് അതേ ഇങ്ങനെ പരത്തുക, ഇങ്ങനെ എടുക്കാം. സുഖമായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ദോശക്കരണ്ടി വെച്ച് ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണം, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ അവർക്കും ഇത് ഇഷ്ടമാവോ ഇല്ലയെന്ന് അറിയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഫോർമാലിറ്റീസൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.